ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പുറകിൽ കുറേ കുഞ്ഞു പിള്ളേർ ഇരിക്കുന്നുണ്ടോ? പണ്ട് നമ്മളൊക്കെ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന പോലെ ഇവരിതാ കടലിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ട് ഇതാ വെള്ളം അങ്ങ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇന്ന് ഇവിടെ എല്ലാം കാണാൻ. നേരെ വണ്ടി ഓടിച്ച് തെക്കോട്ട് പോകല പതിവ്. പക്ഷെ ഇന്ന് ഞങ്ങളൊരു സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങി. എന്നാ കണ്ട, നല്ല രസമുണ്ട് ഈ സ്ഥലം. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത 2 പേര് മാത്രം നിന്നിട്ടൊരു വലയിടാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ. അതായത് ഇപ്പോൾ ലോ ടൈഡ് സമയമാണ്. അപ്പം കടലൊക്കെ ഇറങ്ങിയിട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവരിങ്ങനെ വലയിടാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ കുറേ നേരം നിന്ന് അവരുടെ കൂട്ടത്തിൽ ഇതാ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെടുക്കും നിങ്ങൾ? മീനുണ്ടോ? എന്തിയ മീൻ ഉണ്ടോ? കുപ്പി പിടിച്ചിടായിരുന്നല്ലോ. ആണ്ട ഇവിടെ മീൻ പിടി. ശരിയാ, പിടിക്കുവാന്നോടി നീ മീനെ? കിട്ടിയോ? ഇത് നിങ്ങളുടെ അനിയന്മാരാന്നോ? അല്ല, കൊതുക് തിന്നുന്നു. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ലോ ടൈഡ് ആയോണ്ടായിരിക്കില്ലേ? എന്തുവാ മീനോ? തോർത്തിട്ട് പിടിച്ചാലോ? എന്തിയാ? അയ്യോ, നീ ഇളക്കി വിട്ടത് കൊണ്ടാ ചാടിയ. അതാണ്ട് മീനുണ്ടോ? കുഞ്ഞു മീൻ. തോർത്തിട്ട് പിടിച്ചാലോ? ഷാളിട്ട് പിടിച്ചാലോ? എന്നിട്ട് കുപ്പിയിലിട്ട് ചത്തുപോകും. അതാണ്ട് കൈ കൊണ്ട് പിടിക്കാൻ നോക്കൂ. അമ്മ വെള്ളത്തിൽ കയറി ചവിട്ടി. ഇത് എന്തൊരു കൊച്ച. നോടല്ലോ, ഇത് എങ്ങോട്ട് ചാടുന്നത്? അതാ നല്ല ഭംഗിയില്ലേ ഇവിടെയൊക്കെ കാണാൻ? നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇന്നാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിൽക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ മീൻ പിടിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ടൊന്നുമല്ല. അവർ വീട്ടിൽ കൊണ്ടുപോകത്തുമില്ല, ചുമ്മാ ഒരു രസത്തിന് വേണ്ടി. അവർക്കറിയാം ഇത് വീട്ടിൽ കൊണ്ടുപോയാൽ ചത്തു പോകുമെന്ന്. എന്തുവാടി? ചെരുപ്പുണ്ട്. അയ്യോ അമ്മ, എന്തുവാടി? മറ്റേ സാധനം കോക്ക. നമ്മളെന്താ എടുക്കും അവിടെ? കല്ലെന്തിനാ പറക്കി കളയുന്നേ? ഇപ്പൊ ഇടാൻ പോവാന്നാ രാത്രി? കിട്ടിയാ? ഇപ്പൊ ഇട്ടിട്ട് പോയിട്ട് ഇഷ കഴിഞ്ഞിട്ട് വന്ന് എടുക്കും. എന്തൊക്കെയാ എനിക്ക് പറക്കി തരുന്നുണ്ട്. താണ്ടെ ഇവിടെ എല്ലാം വെള്ളം കയറണ്ടോ ഇല്ലയോ? അതെ, രാത്രി ആകുമ്പോ തിരിച്ചു കയറുമായിരിക്കും. കയറും. ഇന്നെത്ര? കഴിച്ചു കഴിഞ്ഞില്ലേടി ഇതുവരെ? ഇത് 2 മക്കളല്ലയോ? അപ്പോൾ നമ്മളപ്പോൾ ഇവിടുത്തെ ഈ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാലോ നടന്നു പോയി കഴിഞ്ഞാലോ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതായത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കാണണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് മീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. വല്ലതും കിട്ടുമോ? വല്ലതും കിട്ടുമോ? ഇങ്ങോട്ട് നോക്കടോ. താണ്ട് കയറി. അതങ്ങോട്ടും കയറുവാ. തുള്ളി തുള്ളി പോകുന്നത്. അതെ, അതിനറിയാം. പെട്ടെന്ന് ചാടുന്നുണ്ടോ? അതാ തോണ്ട തുണി കൊണ്ടുവന്നിട്ട് പിടിക്കണോടി ഇതിന്. പണ്ട് ഞങ്ങൾ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുമായിരുന്നു. തോട്ടിൽ നിന്നൊക്കെ. അവള് കൈ കൊണ്ട് പിടിച്ചോടി. ഇല്ല, കിട്ടിയില്ല. പായല്. നിങ്ങളെന്താ പറയുന്നത് അതിനെ? പാശി. ഞങ്ങൾ പായലെന്ന് പറയും. പായല് ഉണ്ടോ? ഇവൻ ഓരോരുത്തോട്ടും വിളിക്കുവാ. ഇവൻ പിടിക്കത്തുമില്ല. പിടിച്ചേ
ആ കാണിച്ചു കൊടുക്കട്ടെ. എന്ത് പായല്? ഓ അവനെല്ലാത്തിനും ഓടിച്ചു വിടുവാ. ഇല്ല, ഇത് ഭയങ്കര സ്പീഡിൽ ഓടുന്ന മീനാ. അവിടെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. പോയോ? വല ഇടുമായിരുന്നോ? അവിടെ ആരാണ്ടൊക്കെ വല ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അത് വലയല്ലല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് അടുത്ത് തന്നെ വെള്ളത്തിലിട്ടേരെ. അങ്ങനെ വെള്ളത്തിലിട്ട്. ഓ ഇവിടം വരെ വെള്ളം വരേണ്ടതാ. ഇപ്പൊ ഈ ലോട്ടൈഡ് ആയോണ്ടല്ലയോ. ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കുറേ നേരം നമ്മളുണ്ടായിരുന്നു കേട്ടോ. ഇവരാണെങ്കിലുണ്ടല്ലോ ഓരോ കുഞ്ഞു കുഞ്ഞു മീനിനെ കാണുമ്പോഴത്തേക്കും നമ്മളെ പെട്ടെന്ന് വിളിച്ച് കാണിക്കുന്നതാ. ഇവിടെ കുഞ്ഞു മീനുണ്ട്, ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ഓ ദാണ്ട മീനിനെ പിടിച്ചോണ്ട് വന്ന്. അയ്യോ അയ്യോ അയ്യോ, ആടെ തുള്ളി മാറിക്കോ. ആ വെള്ളം ഉള്ളടം നോക്കി പോവുക. പിടിച്ച് വെള്ളത്തിൽ ഇട്ടേരടി. വെള്ളത്തിൽ ഇട്ടേരെ. ഇട്ടേരെ. പണ്ട് ഞങ്ങൾ ഇങ്ങനെ തോട്ടിൽ നിന്ന് മീൻ പിടിക്കും. ആണോ? നിനക്ക് മലയാളം അറിയാമല്ലോ. ഇവരുടെ ഉമ്മയുടെ നാട് നല്ലടി. ഇവരുടെ ഉമ്മ മലപ്പുറം അല്ലയോ? മലപ്പുറം. അതങ്ങ് ചാടുവാ. പോട്ടെ ഞങ്ങള്. മീനോ? എന്ത് മീന്? അതാണ്ട് അടുത്ത് തന്നെ പിടിച്ച് നമുക്ക് വേണ്ടി പിടിച്ച് കാണിച്ചു തരുവാ. എന്താ എനിക്ക് നിങ്ങൾ ഇവിടെ അല്ല. മോൻ്റെ പേരെന്താ പറ? മുഹമ്മദ് യാസീൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. മോളെ പേരെന്താ പറ? നഫീസത്തുൽ മിസ്രിയ. ഏത് ക്ലാസ്സിലാ? 1ൽ 2 പേരും. മോളെ പേര്? ഐഷ മെഹറിൻ. എത്രാം ക്ലാസ്സിലാ? 4ാം ക്ലാസ്സിൽ. അപ്പം ഇവര് എന്തുവാ പൂച്ച പിടിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾ അവിടുന്ന് എന്തൊക്കെയോ പിച്ച് കഴിക്കുന്നുണ്ടായിരുന്നേ. അതൊന്ന് കാണിച്ചേടിയാ കുരു. തീർന്നോ? മൊത്തം തിന്നോ? ഇതിൻ്റെ പേര് ഫീരക്ക. കഴിച്ചു നോക്കി. ഇവിടെ കൊള്ളത്തില്ല. അവള് പറിച്ചെടുക്കുന്നു. നോക്കട്ടെ, നിക്കടി നോക്കട്ടെ. നീ കഴിച്ചേ നോക്കട്ടെ. കഴിക്കടി. കഴിച്ച പഴുത്തതിനാ ടേസ്റ്റ് ഇല്ലയാ. നോക്കട്ടെ, എവിടുന്നാ നീ പിച്ചി എടുത്തത്? എടുത്തിട്ട് പൊട്ടിക്കണം. എടുത്ത് പൊട്ടിച്ചോ. ഇവിടെ 2 പേരിരുന്ന്. എന്തമ്മനെ കാട് പേരെന്തുവായിരുന്നു? കുറുമട്ടി. കുറുമട്ടി വിച്ചു. പക്ഷെ പൊളിച്ചു നോക്കണം. പച്ചയാണെങ്കിൽ ടേസ്റ്റ് ഇല്ല അല്ലയോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.